ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. അതിനകത്ത് കൈൻഡ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. സോ വി ക്യാൻ ക്ലാസിഫൈ ദ ഡിബഞ്ചേഴ്സ് on the basis of registration, on the basis of security, on the basis of redemption, or on the basis of convertibility. First, we will be discussing about the classification of debentures on the basis of registration. On the basis of registration, we can classify the debentures into two: registered debentures or bearer debentures. So, registered debentures are those debentures which is payable only to the persons who are recorded in the register of debenture holders. So these can be transferred only with the knowledge of the company. So this means that these debentures are transferable only by a transfer deed. So these debentures are those debentures which should be recorded in the register of the debenture holders. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ രജിസ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ഈ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഇപ്പോൾ ആർക്കെങ്കിലും ആ ഡിബഞ്ചർ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു ഇൻഫോം ദി കമ്പനി. സോ ദാറ്റ് ഈസ് ദി രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ്. Next, bearer debentures. So these are the debentures which is payable to the bearer. So, and the company will not be maintaining any record for or register for this kind of debentures. നമ്മൾ ആരുടെ കയ്യിലാണോ ആ ഡിബഞ്ചർ ഉള്ളത് അയാൾക്ക് പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിയറർ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ബിയറർ ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ കമ്പനി ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അപ്പോൾ ഓർത്തിരിക്കണം, ഇൻ കേസ് ഓഫ് ദ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സിൻ്റെ കേസിൽ ദീസ് ഡിബഞ്ചേഴ്സ് വിൽ ബി പേയബിൾ ഓൺലി ടു ദോസ് പേഴ്സൺസ് ഹുസ് നെയിം ഈസ് രജിസ്റ്റേർഡ് ഇൻ ദി രജിസ്റ്റർ ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. In case of the bearer debentures, these debentures will be payable to those persons who is the having that particular debenture. Okay. Next one ആണ് on the basis of security. On the basis of security, debenture can be classified into secured or mortgage debentures or unsecured or naked debentures. Secured or mortgage debentures means these debentures are secured by the assets of the company. Okay, then that is a secured debenture. Or it can be secured against any particular asset or various assets of a particular company. അതായത് നമ്മൾ ഇപ്പോൾ ഡിബഞ്ചറിന് ഏതെങ്കിലും ഒരാൾക്ക് പർട്ടിക്കുലർ ഡിബഞ്ചർ ഡീഡ് ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം അതിനൊരു സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു പർട്ടിക്കുലർ അസറ്റ്, ഏതെങ്കിലും ഒരു അസറ്റോ അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് അസറ്റോ യൂസ് ചെയ്തിട്ട് സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്യൂർഡ് ഓർ മോർഗേജ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ലോൺ ബാങ്കിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മളൊരു സെക്യൂരിറ്റി ബാങ്കിന് പ്രൊവൈഡ് ചെയ്യണം അല്ലേ? അതുപോലെ തന്നെയാണ് സെയിം കേസാണ് ഇവിടെ. ഇപ്പോൾ കമ്പനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ റീപേയ്മെൻറ്റ് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ അസറ്റ്സ് യൂസ് ചെയ്തിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അവരുടെ എമൗണ്ട് കളക്ട് ചെയ്യാം. Unsecured or naked debentures means these debentures are not secured against any asset. ആ ഡിബഞ്ചേഴ്സിനെ നമ്മൾ ഒരു അസറ്റും യൂസ് ചെയ്തിട്ട് ഒരു സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൺസെക്യൂർഡ് ഓർ നേക്കഡ് ഡിബഞ്ചേഴ്സ്. നെക്സ്റ്റ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനുള്ളത് ഓൺ ദി ബേസിസ് ഓഫ് റിഡംഷൻ ആണ്. ഓൺ ദി ബേസിസ് ഓഫ് റിഡംഷൻ, ദ ഡിബഞ്ചർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ഓർ ഇറഡീമബിൾ ഓർ പെർപെക്ച്വൽ ഡിബഞ്ചേഴ്സ്. ഫസ്റ്റ്, redeemable debentures. Redeemable debentures are those debentures which are repayable after a fixed period of time, either in lump sum or in installment. So these are the debentures. We have to repay that particular debenture after a particular period of time. So either it can be 5 year or 10 year. We have to repay after that particular period of time, or after the maturity date we have to repay the debentures. So either we can repay the amount in lump sum or we can repay the amount in installments.
അതായത് റിഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡിബഞ്ചേഴ്സ് റീപേയ്മെൻറ്റ് നടത്തണമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ഡിബഞ്ചർ കളക്ട് ചെയ്തു, എന്നിട്ട് അവർ പറയുകയാണ് നിങ്ങളൊരു 5 വർഷത്തിന് ശേഷം ഈ ഡിബഞ്ചർ റീപേ ചെയ്യണം, അല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് ശേഷം റീപേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കംപ്ലീറ്റ് എമൗണ്ട് അറ്റ് എ ടൈം കമ്പനിക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് നമുക്കൊരു ചെറിയ ചെറിയ തവണകളായിട്ട് എന്ത് ചെയ്യാം, തിരിച്ചു കൊടുക്കാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, irredeemable or perpetual debentures means these are not redeemable during the lifetime of a company. So those debentures which there is no need of redeeming those debentures which during the lifetime of a particular company is known as irredeemable debentures. അതായത് ഒരു കമ്പനിയുടെ ലൈഫ് ടൈമിൽ ഉള്ളിൽ വിത്തിൻ ദാറ്റ് പർട്ടിക്കുലർ ലൈഫ് ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ റീപേയ്മെൻറ്റ് നടത്തേണ്ടാത്ത ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ഈ ഡിബഞ്ചർ റീപേയ്മെൻറ്റ് നടത്തുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അത്തരം ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറഡീമബിൾ അല്ലെങ്കിൽ പെർപെച്വൽ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് നമ്മൾ അതിന് ഇൻട്രസ്റ്റ് പേ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് എന്ത് ചെയ്യണം, വൈൻഡിങ് അപ്പിൻ്റെ ടൈമിൽ തിരിച്ചടച്ചാൽ മതി. പക്ഷേ റെഡീമബിൾ ഡിബഞ്ചേഴ്സിൻ്റെ കേസിലോ നമ്മൾ ആ ഡിബഞ്ചർ കൊടുക്കുമ്പോൾ തന്നെ പറയും 5 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് റീപേയ്മെൻറ്റ് നടത്താമെന്ന്. ആ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റീപേയ്മെൻറ്റ് നടത്തണം. ഒന്നെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് എമൗണ്ട് അറ്റ് എ ടൈം സെറ്റിൽ ചെയ്തിട്ടോ നമ്മൾ എന്ത് ചെയ്യണം, റീപേയ്മെൻറ്റ് നടത്തണം. So that is on the basis of redemption, debentures can be classified into redeemable debentures or irredeemable or perpetual debentures. Next one, on the basis of convertibility, debentures can be classified into convertible debentures or non-convertible debentures. So convertible debentures means those debentures which can be converted into shares. So that type of debentures is known as the convertible debentures. If the shareholder or if the debenture holder wishes, he can convert the debentures into shares after a particular period of time. Either he can completely convert the debentures or a portion of the debenture can be converted into shares. So if we are converting fully, then it is known as fully convertible debentures, that is FCD. If we are converting a portion of the debentures into shares, then it is known as the partially convertible debentures, PCD. നമുക്ക് ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യാം, ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അത് ഡിബഞ്ചർ ഹോൾഡർ ഇപ്പോൾ അത് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹി ക്യാൻ കൺവേർട്ട് ദ ഡിബഞ്ചേഴ്സ് ഇൻറ്റു ഷെയർസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഒരു ആഫ്റ്റർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ഡിബഞ്ചേഴ്സ് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ വി ക്യാൻ കൺവേർട്ട് ദി ഡിബഞ്ചേഴ്സ് ഇൻറ്റു ഷെയർസ്. ഒന്നെങ്കിൽ നമ്മൾ ഫുള്ളി കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ പാർഷ്യലി കൺവേർട്ട് ചെയ്യുക. ഫുള്ളി കൺവേർട്ട്, അതായത് നമ്മുടെ കയ്യിലൊരു 10 ഡിബഞ്ചേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, ആ 10 ഡിബഞ്ചേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് എങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ഇനി നമ്മുടെ കയ്യിലുള്ള 10 ഡിബഞ്ചേഴ്സിൽ ഒരു 6-7 എണ്ണമേ നമ്മൾ ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് പാർഷ്യലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. സെക്കൻഡ് വൺ ആണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. ദ ഡിബഞ്ചേഴ്സ് വിച്ച് ഡു നോട്ട് ഗീവ് എനി ഓപ്ഷൻ ടു കൺവേർട്ട് ഇൻ ടു ഷെയർസ്, ദെൻ ദാറ്റ് ഈസ് നോൺ ആസ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. അതായത് നമ്മൾക്ക് ഈ ഡിബഞ്ചേഴ്സ് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല, അങ്ങനെയെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്. So on the basis of convertibility, debentures can be classified into convertible debentures and non-convertible debentures. So we have discussed about the kinds or the classification of debentures. On the basis of registration, debentures can be classified into registered debentures or bearer debentures. Second one, on the basis of security, it can be classified into secured or mortgage debentures. And
unsecured or naked debentures. On the basis of redemption, redeemable debentures and irredeemable or perpetual debentures. On the basis of convertibility, convertible debentures and non-convertible debentures. Next topic what we have to discuss is debentures with pari passu clause. So, mostly the debentures are issued in different series with the pari passu clause for each such series, which means all the debentures of particular series will rank equally without any priority of one over the other. So, normally we will be issuing the debentures in series. So, different series will be there, okay, and each series will, all the debentures in a particular series will be treated equally without any priority over the other. അതായത് നമ്മൾ നോർമലി ഡിബഞ്ചേഴ്സ് സീരീസ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് സീരീസ് കാണും. ഒരു പർട്ടിക്കുലർ സീരീസിൽ വരുന്ന എല്ലാ ഡിബഞ്ചേഴ്സിനെയും നമ്മൾ ഈക്വൽ ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. ഒരു ഡിബഞ്ചറിന് ഒരു ഡിബഞ്ചറിന് കൂടുതൽ പ്രയോറിറ്റി, ഒരു ഡിബഞ്ചറിന് കുറഞ്ഞ പ്രയോറിറ്റി അങ്ങനെയൊന്നുമില്ല. ഒരു പർട്ടിക്കുലർ സീരീസിന് വരുന്ന എല്ലാ ഡിബഞ്ചേഴ്സിനെയും നമ്മൾ ഈക്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതിന് പറയുന്ന പേരാണ് ഡിബഞ്ചേഴ്സ് വിത്ത് പാരി പസ്സു ക്ലോസ്.